ഹലോ ഫ്രണ്ട്സ്, ആലിപ്പഴം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലും മഴക്കാലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ആലിപ്പഴ മഴ പെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. എന്താണ് ഈ ആലിപ്പഴം? നമുക്ക് നോക്കിയാലോ. ഇതെവിടെ നിന്നാണ് ഇത് സംഭവം താഴേക്ക് വീഴുന്നതെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇതൊരു പ്രതിഭാസമാണ്. ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ചൂടേറിയ നീരാവി അന്തരീക്ഷത്തിലെ വളരെ ഉയർന്ന തണുപ്പുള്ള മേഖലകളിലെത്തുമ്പോൾ ഘനീഭവിച്ച് ഐസ് കട്ടകളായി മാറുന്ന ഒരു പ്രതിഭാസമാണ് ആലിപ്പഴം. ചൂടേറിയ ഈ നീരാവി ഭൂമിയിൽ നിന്ന് 1-2 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ മുകളിൽ നിന്നും താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തണുത്ത വായുവുമായി സമ്പർക്കത്തിലേർപ്പെട്ട് വളരെ പെട്ടെന്ന് തണുത്ത് ചെറിയ ഐസ് കട്ടകളായി മാറുന്നു. ഈ പ്രക്രിയ തുടരുമ്പോൾ ഐസ് കട്ടകളുടെ വലിപ്പവും അതിൻ്റെ ഭാരവും കൂടുകയും ചെയ്യുന്നു. അത് താഴോട്ട് പതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അത് മഴയോടൊപ്പം താഴെ വന്ന് നല്ല ഭംഗിയായി വീഴുന്നത്. ഇനി ഈ മഞ്ഞുകട്ടകൾ മഴത്തുള്ളികളേക്കാൾ ഭാരമുള്ളതായതിനാൽ അന്തരീക്ഷത്തിലെ താപനില 0 ഡിഗ്രിക്ക് താഴെയായിരിക്കുമ്പോൾ വേഗത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതാണ് ആലിപ്പഴം വീഴുന്നത് എന്ന് പറയുന്നത്. കേരളത്തിൽ ചില പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ വേനൽ മഴയോടനുബന്ധിച്ച് ഇത് കാണാറുണ്ട്. എല്ലായിടത്തും ഇല്ല. ഈ വർഷം കോട്ടയം ഭാഗത്തൊക്കെ ആലിപ്പഴം മഴ പെയ്തതായി അറിവുണ്ട്. ഇതെപ്പോഴും വൃത്താകൃതിയിലായിരിക്കുമോ? ഒരിക്കലുമല്ല. പല വലിപ്പത്തിലായി കണ്ടുവരുന്ന ആലിപ്പഴം പൊതുവെ ചെറിയ കഷ്ണങ്ങളായാണ് ഭൂമിയിൽ പതിക്കുന്നത്. ഗോളാകൃതിയിൽ നിന്ന് ഉരുകി വരുന്നതിനാൽ അതിന് കൃത്യമായ ആകൃതി ഉണ്ടാവാറില്ല. ആലിപ്പഴം വൻതോതിൽ ഭൂമിയിലേക്ക് പതിക്കുന്നത് പലപ്പോഴും കൃഷിനാശം ഉണ്ടാക്കുന്നു. കാണാൻ നല്ല മനോഹരമാണെങ്കിലും അത് ചെറിയ രീതിയിൽ അല്ലാതെ നല്ല രീതിയിൽ അത് താഴേക്ക് പതിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ 1986 ഏകദേശം 1 കിലോഗ്രാം വീതം ഭാരമുള്ള ആലിപ്പഴം പെയ്ത് ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ച് ജില്ലയിൽ 92 പേർക്ക് അപകടം സംഭവിക്കുകയുണ്ടായി. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഭാരമേറിയ ആലിപ്പഴം വീഴ്ചയായിരുന്നു ഇത് 1986. അപ്പോൾ അത് കാണാൻ മനോഹരമാണെങ്കിലും ഇതുപോലുള്ള ചില അപകടങ്ങളും ഇതിൽ ഉണ്ട്. കാരണം ഇത് സ്വാഭാവികമായിട്ട് ഐസ് കട്ടകൾ താഴേക്ക് പതിക്കുന്നതാണല്ലോ. വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കൃഷി നാശം ഉണ്ടാക്കാൻ ഈ ഒരു ആലിപ്പഴം മഴ പെയ്യുന്നത് കാരണമാകാറുണ്ട്. പേരിൽ പഴം എന്നുണ്ടെങ്കിലും ഇതൊരു ഭക്ഷ്യയോഗ്യമായ പഴമല്ല കേട്ടോ. പിന്നെ ഇത് ആളുകൾ കഴിക്കാറൊക്കെ ഉണ്ട്. അത് എത്രത്തോളം നല്ലതാണെന്നറിയില്ല. എങ്കിലും ചില ചില അസുഖങ്ങൾക്കൊക്കെ പണ്ടുള്ളവർ അസുഖങ്ങൾ മാറാനായി അരിയിലൊക്കെ ഇട്ട് വെക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇതാണ് നമ്മുടെ ആലിപ്പഴം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് തരാനും ഒരു ഹൈപ്പ് തരാനും ഒന്നും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.